ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നല്ലൊരു ഹെൽത്തി ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടോ വന്നത്. ഈ ഒരു വേനലിന്റെ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ, നമ്മളെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ജ്യൂസാണ്. അപ്പോൾ നമ്മൾ കക്കരിക്ക വെച്ചിട്ടാട്ടോ ഈ ഒരു ജ്യൂസ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്കും ചെയ്യാം. അപ്പോൾ ഇതാ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം മൂപ്പെത്താത്തൊരു കക്കരിക്ക എടുക്കാം കേട്ടോ. ഈ ഒരു കുക്കുംബർ എടുത്തിട്ട് അതിന്റെ തൊലിയെല്ലാം പീൽ ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ രണ്ട് ഭാഗവും, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇല്ലേ കൊക്കരിങ്ങിന്റെ, അത് ചെറിയൊരു കൈപ്രസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അത് കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് മൂപ്പെത്തിയ കക്കരിക്ക എടുക്കരുത് കേട്ടോ. അധികം മൂപ്പെത്താത്ത കക്കരിക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അത് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഏലക്കായ കേട്ടോ ചേർക്കണം. ഏലക്കായ കൂടി പോരുത്, അതിന്റെ ടേസ്റ്റ് ഏലക്കായന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പൊ അത് അധികം ചേർക്കരുത്. പിന്നെ പാല് കട്ടയാക്കിയതാട്ടോ ചേർക്കണത്. നല്ല കട്ട പാലും ചേർത്ത് കൊടുക്കുക. അതുപോലെ നല്ല തണുത്ത പാലും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു ചൂടുകാലത്തും അതുപോലെ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്കിന്റെ റെസിപ്പി ആട്ടോ ഇത്. ഈ ഒരു എന്താ പറയുക, കക്കരിക്കന്റെ മിൽക്ക് ഷേക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാത്ത പോലത്തെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കുക. നമ്മുടെ ഈ ഒരു എന്താ ഇളനീർ ജ്യൂസ് ഒക്കെ ഇല്ലേ, ഇളനീറിന്റെ മിൽക്ക് ഷേക്കൊക്കെ അത് കുടിക്കണം, അതേ ഒരു ടേസ്റ്റിലാട്ടോ ഇത് കിട്ടുക. ഇത് കക്കരിക്കാന്ന് കുടിച്ചു കഴിഞ്ഞാൽ ആരും പറയില്ല, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ അത് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് റെഡിയാക്കിച്ച് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ ഒന്ന് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് നിങ്ങൾ ഒന്ന് കമന്റിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ കമന്റ് നമ്മൾ അടുത്തൊരു വീഡിയോ ഇടാല് ഒരു പ്രചോദനം തരുന്നത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമ്മൾ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ. അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.